ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എക്സാം, അതായത് ക്ലാസ് 5 ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ എക്സാമിന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ട് പോവേണ്ട ഡിസ്കോഴ്സസ്, ഇംഗ്ലീഷിൽ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങളിന്ന് എക്സാമിന് പഠിച്ചിട്ട് പോകേണ്ടതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ എക്സാംസിലെല്ലാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാരഗ്രാഫിന് പകരം ഒരു പോയമായിരിക്കും തരിക, അതിന് അനലൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടാവും, അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം പോയം ആണ് ഇപ്പം നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അതിനകത്ത് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. റൈമിംഗ് വേർഡ്സ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. എൻഡിങ് ലൈൻസിലാണ് വരിക. വേർഡ്സ് എൻഡ് വിത്ത് സെയിം സൗണ്ട്, ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. വിൻഡ്, സെൻഡ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, അതുപോലെ ഇങ്ങനെ ഒരേ വേർഡ്സിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. റൈമിംഗ് വേർഡ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് മറക്കേ. അടുത്ത ആക്ടിവിറ്റി എന്നാണ് തോട്ട് റൈറ്റിംഗ് ആണ്. തോട്ട് റൈറ്റിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് പേഴ്സണിൽ എഴുതുക. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പം ഒരു ക്യാരക്ടർ ആയിരിക്കും തരിക, പക്ഷേ ആ ക്യാരക്ടറായി നിങ്ങൾ തന്നെ ആ ക്യാരക്ടർ ആവുന്ന രീതിയിലാണ് നിങ്ങൾ തോട്ട് എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പം ഐ, മീ, മൈൻ പോലുള്ള പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ട് എഴുതുക. അതായത് ആ ക്യാരക്ടർ ആ ടൈമിൽ ഏതെല്ലാം ഫീലിങ്സ് ആണോ ആ ഫീലിങ്സ് എല്ലാം തോട്ട് റൈറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വേർഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓൾറെഡി ടെസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഒന്നും കൂടി നോക്കിയിട്ട് പോവാം. ദെൻ ഡയറി എൻട്രി നിങ്ങൾക്ക് ഡയറക്റ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഒന്നും വന്നിട്ടില്ല, പക്ഷേ 5th സ്റ്റാൻഡേർഡിൽ ഡയറി എൻട്രി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന് മുന്നേയുള്ള വർഷങ്ങളിൽ വരെ ഡയറി എൻട്രി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറീൻ്റെ ഫോർമാറ്റും ഓരോ ടൈമിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഇന്ന് എക്സാമിന് പോവുക. കോൺവെർസേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തരും, ആ ടൈമിലുള്ള കോൺവെർസേഷൻ. ലെറ്റർ റൈറ്റിങ്ങും ഡയറി എൻട്രി പറഞ്ഞതുപോലെ തന്നെ ഡിസ്കോഴ്സായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഒരു ഇൻഫോർമൽ ലെറ്റർ, ഒരു ഫ്രണ്ടിനോ ഒരു നമ്മുടെ കസിനോ അങ്ങനെയൊക്കെ അയക്കുന്ന ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനു മുമ്പുള്ള എക്സാംസ് 5th സിലബസ് മാറുന്നതിന് മുമ്പുള്ള എക്സാംസിലൊക്കെ ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സ്പ്ലിറ്റിംഗ് സെൻറ്റൻസസ് നിങ്ങൾ ടെക്സ്റ്റൽ ആക്ടിവിറ്റി ആയിട്ട് തന്നതാണ്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ 2 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, പോസ്റ്റർ മേക്കിംഗ് എന്തെങ്കിലും ഒരു ടോപ്പിക് എന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അറേഞ്ചിങ് ഇവൻറ്റ്സ്, ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് തന്നിട്ട് അത് ജംബിൾഡ് ഓർഡറിൽ തരും, അത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. ട്രാവൽ എക്സ്പീരിയൻസ്, ഡിസ്ക്രിപ്ഷൻ ഓർ റെയിൻ എക്സ്പീരിയൻസ്, ഇത് ഏതിലെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് പാരഗ്രാഫായിട്ട് എഴുതാനുണ്ടാവാം. ഡിസ്ക്രിപ്ഷൻ ചിലപ്പം ഒരു പിക്ചർ തന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. പസിൽ ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് ബുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പസിൽ. നിങ്ങൾക്ക് അത്യാവശ്യം വായിച്ചിട്ട് അതിൻ്റെ വൊക്കാബുലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് പസിൽ. ദെൻ ഡെവലപ്പ് സ്റ്റോറി ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈവൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ട് അതിൽ നിന്നൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം, അതും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. സെൻറ്റൻസ് നല്ല ഓർഡറിലാണോ എന്ന് ശ്രദ്ധിക്കുക, പ്രോപ്പറായ സെൻറ്റൻസസ് യൂസ് ചെയ്യുക, ഒരു ഹെഡിങ് യൂസ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് 5th സ്റ്റാൻഡേർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്.